സ്ഥിതി ശാന്തമായെങ്കിലും വീടുകളിലേക്ക് മടങ്ങാൻ ഭയപ്പെടുകയാണ് ജമ്മുകശ്മീരിലെ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ. വെടിനിർത്താൻ ധാരണയായ ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് ആശങ്കയാവുന്നത്. അതേസമയം ഒളിച്ചു കഴിയുന്ന ഭീകരവാദികളെ പിടികൂടാൻ വിവിധ ജില്ലകളിൽ വ്യാപക പരിശോധന തുടരുകയാണ്. बहुत फायरिंग हो रही है हमारे गांव में और हमारा सामान भी बहुत खराब हो गया. ജമ്മുവിലെ സായി ബന്ദക്കി ആശ്രമത്തിലെ ക്യാമ്പിൽ നൂറുകണക്കിന് പേർ കഴിയുന്നുണ്ട്. അതിർത്തി അശാന്തമായതോടെ വീട് വിട്ടു പോരേണ്ടി വന്നവരാണ്. മടക്കവും സാധാരണ ജീവിതവും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ സമാധാനം എന്നത് എത്ര അകലെയാണെന്ന് അറിയില്ല. നിയന്ത്രണ രേഖയിൽ വെടിവെച്ച് നിലച്ച കാലം ഉണ്ടായിട്ടില്ല. എക്കാലത്തും ആദ്യ മുറിവ് ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് ഈ മനുഷ്യർ. സൈന്യത്തിൽ മാത്രം വിശ്വസിച്ചാണ് പ്രതിസന്ധി നിറഞ്ഞ ജീവിതം തള്ളി നീക്കുന്നത്. കഴിയുമെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ചിലർ. ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ട പാക് ഡ്രോണിന്റെ ഭാഗങ്ങളിലൊന്ന് പതിച്ച് ഉദ്ധംപൂരിലെ വ്യോമത്താവളത്തിലുള്ള സൈനികൻ വീരമൃത്യു വരിച്ചു. എയർബേസിലെ മെഡിക്കൽ അസിസ്റ്റന്റായ സുരേന്ദ്രകുമാർ മോഗയാണ് വീരമൃത്യു വരിച്ചത്. അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസ്. കുൽഗാം അടക്കം പല ജില്ലകളിലും പുലർച്ചെ മുതൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റെയ്ഡ് നടക്കുന്നുണ്ട്. താൽക്കാലികമായൊരു വെടിനിർത്തലല്ല, ശാശ്വതമായ സമാധാനമാണ് കശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജമ്മുവിലെ ഒരു ക്യാമ്പിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ വെടിനിർത്തൽ ധാരണ രൂപപ്പെട്ടതിന് ശേഷം ജമ്മുവിൽ കാര്യങ്ങൾ ശാന്തമാണ്. ഇന്നത്തെ പകലിൽ അങ്ങനെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പതിയാണെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് അവിടെയുള്ള ജനങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. മടങ്ങിപ്പോകുന്നതിലെ ആശങ്ക അവർ 24-നോട് നേരത്തെ ക്യാമ്പുകളിൽ ശ്രീനാഥ് എത്തിയപ്പോൾ ശ്രീനാഥിനോട് വിവരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സാഹചര്യം? പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ ശ്രീനാഥ്? റിജിത്ത്, ഇന്നലെ രാത്രി കുറച്ച് സമയം ഈ സീസ് ഫയർ വയലേഷൻ, വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ അത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി തന്നെ നിന്നു. പിന്നീട് ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായില്ല, ഒരു തരത്തിൽ പ്രകോപനവും ഉണ്ടായില്ല. ഇന്ന് രാവിലെയും പിന്നീട് എവിടെയും അങ്ങനെ ഒരു ആക്രമണ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് ജമ്മു അടക്കമുള്ള ജമ്മു കാശ്മീരിലെ മുഴുവൻ ഇടങ്ങളിലും ഇന്ന് രാവിലെ പകൽ ഒരു ശാന്തത തന്നെയാണുള്ളത്. പക്ഷേ കടകമ്പോളങ്ങളൊക്കെ ഏതാണ്ട് പാതിയിലധികവും അടഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ഞാൻ ക്യാമ്പിൽ പോയ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർക്ക് തിരികെ അവരുടെ സ്വദേശത്തേക്ക്, അതായത് അതിർത്തിയോട് അടുത്തുള്ള അവരുടെ വീടുകളിലേക്കൊക്കെ മടങ്ങുന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ വെടിനിർത്തൽ കരാർ പിന്നെയും ലംഘിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുതന്നെയാണ് അവരുടെ മുൻകാല അനുഭവങ്ങളും. നേരത്തെ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ LOCയിൽ വെടിനിർത്തൽ കരാർ നിലവിലുള്ളതാണ്. പക്ഷേ അത് പല ഘട്ടങ്ങളിലും അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തിരികെ പോകാൻ ആളുകൾക്ക് ഭയമുണ്ട്. ആ ഭയമാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ചനാബ് നദിയുടെ ഒരു കനാലിന്റെ തൊട്ടടുത്താണ്. ഈ ചനാബ് നദിയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് വെള്ളം പോകുന്ന കനാലാണിത്. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായി ചനാബ് നദിയിൽ വെള്ളം വരുന്നുണ്ട്. കാരണം ഈ സിന്ധു നദീ ജല കരാർ നമ്മൾ നിർത്തിയതിന് ശേഷം, അത് മരവിപ്പിച്ചതിന് ശേഷം ചനാബ് നദി ഏതാണ്ട് വറ്റി വരേണ്ട അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ ഡാമുകളൊന്ന് തുറന്നു. അങ്ങനെയാണ് നദിയിലേക്ക് കൂടുതൽ വെള്ളം എത്തിയത്. അത് തന്നെ ഈ രാജ്യങ്ങൾക്കിടയിലെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യം അയയുന്നതിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും വെള്ളം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. അത് ഈ കരാർ നമ്മൾ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കൊണ്ടല്ല, അത് പിന്നോട്ട് പോയിട്ടുമില്ല. ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മഴ ശക്തമായി പെയ്യുകയും വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് എന്നതാണ് ഔദ്യോഗികമായി നമുക്ക് കിട്ടുന്ന ഒരു വിശദീകരണം. ഏതായാലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു ശാശ്വതമായ സമാധാനമാണ് ജമ്മു കാശ്മീരിലെ ജനം ആഗ്രഹിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീർ പോലീസ് ഭീകരവാദികൾക്കെതിരായ നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുൽഗാം അടക്കമുള്ള മേഖലകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഭീകരരെ കണ്ടെത്തണമൊപ്പം അവർക്ക് സഹായം ചെയ്യുന്ന ആളുകളെയും പിടികൂടണം. ഇങ്ങനെ 2 ദൗത്യം വെച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഒപ്പം പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ, നേരിട്ട് അതിൽ പങ്കെടുത്ത ഭീകരരടക്കം നമുക്ക് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവരടക്കം ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാകാം. അവരെയൊക്കെ പിടികൂടാനുള്ള ശ്രമമാണ് ജമ്മു കാശ്മീർ പോലീസ് ഇപ്പോൾ നടത്തുന്നത്. റീജിത്ത്, ശരി. ജമ്മുവിൽ നിന്ന് പുതിയ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവയ്ക്കുകയായിരുന്നു.